ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് കാവിമ്പുറം എന്ന സ്ഥലത്താണ്. കാവിമ്പുറം എന്ന് പറയുന്നത് നമ്മുടെ പുളിയറക്കുണം ജംഗ്ഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് വരുന്നത്. നമുക്ക് പുളിയറക്കുണത്താണ് നമ്മുടെ ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് വരുന്നത്. അതിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററാണ് നമുക്ക് ഈ കാണുന്ന വീട്ടിലോട്ട് നമുക്ക് എത്താൻ വേണ്ടിയുള്ള ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 13 കിലോമീറ്ററാണ് നമുക്ക് ഈ കാണുന്ന ഒരു വീട്ടിൽ എത്താനായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ വീട് ഇരിക്കുന്നത് 100 സെൻറ്റിലാണ്. 1450 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് 3 BHK ആണ് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ബാക്കി 2 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പം ഈ ഒരു എലിവേഷനാണ് നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു വീടിന് ടോട്ടലി വരുന്നത്. അപ്പോൾ ഇനി ഈ വീടിൻ്റെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമുക്കിപ്പോൾ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഈ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടോ 5 മീറ്ററിൽ കൂടുതൽ വീതിയിൽ നമുക്ക് റോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ പറ്റും. നമുക്കിവിടെ ഒരു തൊട്ട് താഴേക്ക് തന്നെ നമുക്ക് വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്കിവിടെ ടാറിങ്ങും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയും സൗകര്യമുള്ള ഒരു വീടാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിങ് തുറന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്ന ഒരു വൈഡ് വെറൈറ്റി ആയിട്ടുള്ള നമുക്കൊരു ഏരിയയാണ് നമുക്ക് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു കാർ പോച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കാർ പോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഇൻ്റർലോക്ക് നമുക്കിവിടെ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിലും എല്ലാ പോർഷനിലും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു വീട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു കാർ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പുറത്ത് നമുക്ക് 2 വീലറൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് എല്ലാം തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വീടിന് പൈപ്പ് കണക്ഷനും കിണറും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വീടിൻ്റെ കിണർ നമുക്ക് പുറകിലാണ് വരുന്നത്. നമുക്ക് കിച്ചണിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് പുറകിൽ നമുക്ക് ആ കിണറിൻ്റെ പോർഷനും കാണാം. നമുക്ക് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഡിസൈനാണ് നമുക്ക് കൊടുത്തത്. നമുക്ക് ഫ്രണ്ട് എലിവേഷനിലൊക്കെ നമുക്ക് ഫുള്ള് ലൈറ്റിങ് കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് കാണാം. നമുക്ക് 8x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിലാണ് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റെപ്പ് നമുക്ക് ഇവിടെ തറയിൽ നമുക്ക് കയറുമ്പോഴത്തേക്ക് ചെറിയ 2 സ്റ്റെപ്പ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ചുമരിലുണ്ട്. ഇവിടെ നമുക്ക് ഒരു വാൾട്ടയിൽ നമുക്കിവിടെ 2 പോർഷനിൽ നമുക്കിവിടുത്തെ തൂണിൽ 2 വാൾട്ടയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു ഫ്രണ്ട് നമുക്ക് ഈ കാണുന്ന ഒരു ഡോറാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡോറ് ഫുള്ള് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പാറ്റേൺ കൊടുത്ത് പോളിഷ് ചെയ്തിട്ടുള്ള അപ്പോൾ പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഹാൻഡിൽസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാൻഡിലുണ്ട്. ഈ ഒരു രീതിക്കാണ് ഹാൻഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നമ്മൾ ഈ ഡോർ തുറന്ന് നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കും. നമുക്ക് ഈ കാണുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു TV യൂണിറ്റ് ഇതുണ്ട്. ഈ കാണുന്ന ഒരു TV യൂണിറ്റാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. മുകളിലായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും കൂടാതെ സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ കാണുന്ന TV യൂണിറ്റ് ഉണ്ടോ, നല്ല വിശാലമായിട്ടുള്ള ഒരു TV യൂണിറ്റാണ് വരുന്നത്. കൂടാതെ നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത് നമുക്ക് 22x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന വലിയൊരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് മുകളിൽ നോക്കി നടുങ്ങിയ ഒരു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. മുകളിൽ നമുക്കിവിടെ ഉണ്ട് സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു രീതിക്കാണ് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന TV യൂണിറ്റ് കേട്ടോ നമുക്ക് ബോർഡ് വർക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്കൊരു വലിയൊരു TV നമുക്കിവിടെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ധാരാളം കബോർഡ്സൊക്കെ നമുക്ക് താഴെയൊക്കെ ഉണ്ട്, ധാരാളം കബോർഡ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്കിവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ 14x12 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ആയിട്ട് അപ്പോൾ നമുക്കിവിടെ വാഷിംഗ് യൂണിറ്റ് നമുക്ക് ഈ ഒരു പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. കബോർഡ് കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് ലിവിങ് ഏരിയയിലോട്ട് വരുന്ന വ്യൂ നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. കണ്ടോ, ഈ ഒരു വ്യൂ ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ വരുന്നത് ഓപ്പൺ കിച്ചനാണ്. കണ്ടോ, ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ പോലെ ചെറിയ സംഭവം നമുക്കിവിടെ കബോർഡ്സ് കണ്ടോ ഇവിടേക്ക് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഓപ്പൺ കിച്ചണാണ് വരുന്നത്. അപ്പോൾ ഈ കിച്ചണ് നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു കിച്ചൺ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ടെയിൽ നമുക്കിവിടെ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ഒരു ടൈലാണ് നമുക്കിവിടെ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ കബോർഡ്സ് എല്ലാം തന്നെ മൾട്ടി വുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കബോർഡ്സുകളാണ് നമുക്കിവിടെ
കിച്ചൺ ലെവലിൽ കൊടുത്തിട്ടുള്ളത്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ സിങ്ക് വരുന്നുണ്ടോ, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള സിങ്ക്. അപ്പോൾ ഇതാണ് നമുക്ക് പൊതുവെ നോക്കുമ്പോൾ നമുക്ക് കിച്ചൺ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ബാക്ക് പോർഷനിൽ നമുക്ക് ഇത് ഇവിടെയായിട്ട് കിണർ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് കവറായിട്ടുള്ള ഒരു കിണറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ നനകല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് കണ്ടോ ഒരു വർക്ക് ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 12x4 ഡയമെൻഷൻ വരുന്ന ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് നമുക്കൊരു സിങ്കും കണ്ടോ, ഈ ഒരു പോർഷനിൽ നമുക്കൊരു സിങ്ക് വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് നമുക്ക് ഗ്രില്ലൊക്കെ വെച്ച് നമുക്ക് കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫുള്ള് സേഫാണ്. അങ്ങനെയാണ് നമുക്ക് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കിച്ചൺ കണ്ടു നമ്മൾ. ബാക്കി ഈ വീടിൻ്റെ അപ്പോൾ ഈ വീടിൻ്റെ നമുക്ക് ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ എല്ലാ സംഭവവും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഉള്ള ഒരു ബെഡ്റൂമാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. കേട്ടോ, ഈ ഒരു പോർഷനിലാണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് കണ്ടോ ഈ ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. 12x10 ഡയമെൻഷനിലുള്ളതാണ് ഈ കാണുന്ന ബെഡ്റൂം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 12x10 ഡയമെൻഷനിലാണ്. നമുക്ക് ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു വിൻഡോയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇതാണ് നമുക്കിവിടുത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 പാളി വരുന്ന ടൈപ്പിലുള്ള ഒരു വാർഡ്രോബാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് ബോർഡ് വർക്ക് ചെയ്യാനാണ് നമുക്ക് ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെയാണ് നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഷവറും ബാക്കി എല്ലാ ഫിറ്റിങ്സും തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ജാഗോറിൻ്റെ സാറയുടെ പ്രോഡക്റ്റൊക്കെയാണ് നമുക്കിവിടെ ഫിറ്റിങ്സിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്കൊരു മിറർ കൊടുത്തിട്ടുണ്ട്. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈലാണ് നമുക്കിവിടെ തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മൊത്തത്തിലുള്ള വിശേഷം കണ്ടു. ഇനി നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് ഈ കാണുന്ന ഭാഗത്തൂടെയാണ് നമുക്കിവിടെ സ്റ്റെയർ വരുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ടിന് കയറി വരുന്ന ഡോർ വരുന്നത്. അവിടെ നിന്ന് നമുക്ക് മുകളിലോട്ടാണ് നമുക്ക് സ്റ്റെയർ വരുന്നത്. നമുക്ക് ഇതിൻ്റെ താഴെ കണ്ടോ കുറച്ച് പോർഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെറിയ കബോർഡ്സ് ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് വേണമെങ്കിലും എന്തെങ്കിലും കീപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കബോർഡ്സ് അവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ അടിയിലായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് നമുക്ക് സ്റ്റെയർ കയറി നമുക്ക് മുകളിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ കയറി പോകുമ്പോൾ അപ്പോൾ നമുക്കിവിടെ സൈഡിൽ വരുന്ന ഹാൻഡിൽസ് നമുക്ക് തടിയിലും നമുക്ക് ഇരുമ്പിലും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽസാണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു ലൈറ്റിങ് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നുണ്ട്. മുകളിൽ നമുക്ക് ലൈറ്റിങ് കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇനി മുകളിലോട്ട് കയറാം. നമുക്ക് വീടിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. നമുക്ക് ഇപ്പോൾ നമ്മൾ സൈഡിൽ കയറി വരുമ്പോൾ നമുക്കിവിടെ സൈഡിലൊക്കെ നമുക്ക് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിൽ. അപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ മുകളിൽ പോർഷനിൽ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ 16x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. അപ്പോൾ 16x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ ഒരു സ്റ്റെയർ ഏരിയയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കാണുന്നതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത് കണ്ടോ. പിന്നെ നമുക്കിവിടെ സൈഡിലായിട്ട് വാഷിംഗ് യൂണിറ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ബാക്കി ഇൻ ഔട്ട് കണക്ഷനൊക്കെ നമുക്ക് കണ്ടോ ഈ ഒരു പോർഷനിലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ലിവിങ് ഏരിയ. നമുക്ക് മുകളിലെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഇത് 16x12 ഡയമെൻഷൻ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 24x10 ഡയമെൻഷനിലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നല്ല സ്പേസ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് കിട്ടുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നുണ്ട്. 4 പാളിയിലുള്ള ഒരു വാർഡ്രോബാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ബോർഡ് വർക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലോട്ടാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്കപ്പോൾ അതും കൂടെ കാണാം. PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാത്റൂം ഒരു പ്രീമിയം ലുക്കിൽ നമുക്ക് ചെറിയൊരു ഡിസൈനിൽ ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് നമുക്കിവിടെ പൊതുവേ നമുക്ക് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ജാഗോർ സാറയുടെ പ്രോഡക്റ്റൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി മിററും എല്ലാ സംഭവവും തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. നമുക്ക്
നമുക്കിവിടെ 3 BHK ആണ് വരുന്നത്. മുകളിൽ 2 ബെഡ്റൂമിൽ നമുക്ക് ഒരു ബെഡ്റൂം കണ്ടു. ഇനി ഒന്ന് നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്ക് മുകളിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൽ. പിന്നെ നമുക്കിവിടെ 2 വിൻഡോയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ താഴെ കണ്ട അതേപോലെ ഒരു 3 പാളിയിലുള്ള ഒരു വാർഡ്രൂബാണ് നമുക്ക്. അപ്പോൾ 3 പാളിയിലുള്ള ഒരു വാർഡ്രൂബാണ് നമുക്കിവിടെ ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. ബോർഡ് വർക്ക് തന്നെയാണ് അതും വരുന്നത്. അപ്പോൾ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ നമുക്ക് PVC ഡോർ ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സാറയുടേതും നമുക്ക് ബ്രാൻഡഡ് ആയിട്ട് ഫിറ്റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മിറർ നമുക്ക് ഈ മിററാണ് നമുക്ക് വരുന്നത് കേട്ടോ. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് നമുക്കിവിടെ തറയിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ്. നമുക്ക് ഇവിടെയാണ് നമുക്ക് ബാൽക്കണി വരുന്നത്. അപ്പോൾ 20x8 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നുണ്ടോ. വലിയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നുണ്ടോ. ഇത്രയും സ്പേസ് നമുക്ക് ബാൽക്കണിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൈഡിൽ നമുക്കിവിടെ സ്റ്റീലിലുള്ള ഒരു ഹാൻഡിൽസാണ് നമുക്കിവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പോർഷൻ വഴിയാണ് നമുക്കിവിടെ മുകളിലോട്ട് സ്റ്റെയർ കയറി നമുക്ക് പോകേണ്ടതാണ്. മുകളിൽ സ്റ്റെയർ കയറാൻ നമുക്ക് ഈ ഒരു ടെറസിൽ പോകാൻ വേണ്ടി ഈ ഒരു സൈഡ് വഴിയാണ് നമുക്ക് വഴി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നുണ്ട്. ഇത്രയും ഏരിയ നമുക്ക് ബാൽക്കണിക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 64 ലക്ഷമാണ് നമുക്ക് ഈ വീടിന് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കപ്പോൾ ഈ വീട് വന്ന് കാണണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരാം. നിങ്ങൾക്ക് ലോണിനാണ് നിങ്ങൾ വീട് നോക്കുന്നതെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ലോൺ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രൊഫൈലിനനുസരിച്ചായിരിക്കും അതിൻ്റെ ലോണൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് വീട് പുതിയതായിട്ട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കൂടെ ഒന്ന് ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾക്കിപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ഉള്ള ഒരു വീടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കൂടിയ വീടാണ് നോക്കുന്നതെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.